മെക്സിക്കോയെ പിടിച്ചുകുലുക്കി ഭൂചലനം, 2 പേർ മരിച്ചു. പുതുവത്സരത്തിൽ പ്രസിഡന്റിന് ക്ലോഡിയ ഷെയ്ൻബാമിന്റെ ആദ്യ വാർത്താ സമ്മേളനത്തിനിടെയായിരുന്നു ഭൂചലനം. തുടർന്ന് പ്രസിഡന്റിനും മാധ്യമപ്രവർത്തകർക്കും അടിയന്തരമായി പുറത്തേക്ക് ഇറങ്ങേണ്ടി വന്നു. A presentar ya muy pronto, espero la próxima semana, lunes o martes. Uy, está temblando. A ver, con tranquilidad. ¿Dónde está? അജയ് വീണ്ടും ചേരുന്നുണ്ട്. അജയ്, ഭൂചലനത്തിന്റെ ദൃശ്യങ്ങളൊക്കെ വരുന്നുണ്ട്, പക്ഷേ അതിനപ്പുറത്തേക്ക് കാഷ്വാലിറ്റീസ് എങ്ങനെയാണ്? വലിയൊരു നാശമൊക്കെ ഏതെങ്കിലും ഭാഗത്ത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടോ? എൽദോ, ഈ പുതുവർഷം ആരംഭിച്ചതിന് ശേഷം ഈ മെക്സിക്കോയിലുണ്ടായ ഭൂചലനം അത് വ്യാപകമായിട്ടുള്ളൊരു ആശങ്ക പരത്തിയിട്ടുണ്ടെങ്കിലും അത് വലിയൊരു നാശനഷ്ടത്തിലേക്കൊന്നും നിലവിലെ സാഹചര്യത്തിൽ പോയിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിനു മുൻപേ മെക്സിക്കോ എന്ന രാജ്യത്തിൻ്റെ ഒരു പൊസിഷൻ നോക്കുകയാണെങ്കിൽ ലോകത്ത് തന്നെ ഏറ്റവും വലിയ ഒരു സീസ്മിക് സോണിലാണ് ഈ രാജ്യം സ്ഥിതി ചെയ്യുന്നത്. മുൻപ് 2017 ഇവിടെ ഉണ്ടായ ഭൂചലനം കാരണം 200 പേർ കൊല്ലപ്പെട്ടിരുന്നു. 1975 10,000-ഓളം പേരുടെ മരണത്തിന് ഇടയാക്കിയ വലിയൊരു ഭൂചലനം അവിടെ സംഭവിച്ചിരുന്നു. അതിനുശേഷമാണ് അവിടെ ഈ സീസ്മിക് സിസ്റ്റം, ഈ ഭൂചലനത്തെ അളക്കാനുള്ള ഉപകരണങ്ങളും അതുപോലെ തന്നെ മുന്നറിയിപ്പ് സംവിധാനങ്ങളും ഇതെല്ലാം അവിടെ കൂടുതൽ സജ്ജമാക്കിയത് അതിനുശേഷമായിരുന്നു. അപ്പോൾ എന്നാൽ ആ മുൻപത്തെ സംഭവങ്ങൾ വെച്ച് നോക്കുകയാണെങ്കിൽ അത്ര ഭയാനകമായിട്ടുള്ള ഒരു ഭൂചലനമല്ല ഇപ്പോഴുണ്ടായത് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്നാലും 2 പേരുടെ മരണം ഇപ്പോൾ തന്നെ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഒരു 60 വയസ്സുള്ള ഒരു യുവതി അവരുടെ വീട്ടിൽ ഇരിക്കുകയായിരുന്നു. അപ്പോൾ വീട്ടിൻ്റെ മേൽക്കൂര തകർന്നു വീണാണ് അവർ മരിച്ചത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മറ്റൊരു 50 വയസ്സുള്ള മറ്റൊരാൾ, അയാളും കൂടി ഒരു മധ്യവയസ്കൻ, അയാളും കൂടി കൊല്ലപ്പെട്ടിട്ടുണ്ട്. അയാൾ തെരുവിലൂടെ നടക്കുമ്പോൾ ആയിരുന്നു ഈ ഭൂചലനം ഉണ്ടായത്. അപ്പോൾ അവിടെ വെച്ച് ഒരു അപകടം സംഭവിക്കുകയും ഇയാൾ കൊല്ലപ്പെടുകയും ആയിരുന്നു എന്നാണ് നമുക്ക് നിലവിൽ ഉള്ള സ്ഥിതിഗതികൾ വെച്ച് നോക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണാം. പ്രസിഡൻ്റായിട്ടുള്ള ക്ലോഡിയ ഷെയ്ൻബാം അവരുടെ ഈ പുതുവർഷത്തിൻ്റെ ആരംഭത്തിൽ രാജ്യത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു. അപ്പോൾ അതിനിടയിലാണ് ഈ ഭൂചലനം ഉണ്ടായത്. ഭൂചലനത്തിൻ്റെ ഭാഗമായി ഈ സൈറൺ മുഴങ്ങിയപ്പോൾ തന്നെ പ്രസിഡൻറ്റും അതുപോലെ തന്നെ ആ ഹാളിൽ കൂടിയിരുന്ന മാധ്യമപ്രവർത്തകരും പുറത്തേക്ക് ഇറങ്ങി പോവുകയായിരുന്നു. അപ്പോൾ അതിനുശേഷം പിന്നീട് ക്ലോഡിയ തിരിച്ചു വന്ന് തൻ്റെ പ്രസംഗം പുനരാരംഭിച്ചു. അപ്പോൾ അവർ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു, അതിനിടയ്ക്ക് അവർ മറ്റ് സംസ്ഥാനങ്ങളിലെ ഗവർണർമാരെയും അതുപോലെ തന്നെ ഭരണാധികാരികളെയും എല്ലാം വിളിച്ച് സ്ഥിതിഗതികൾ തിരക്കി. അപ്പോൾ ആ സാഹചര്യത്തിൽ മറ്റ് പ്രശ്നങ്ങളൊന്നും ഇല്ല, എല്ലാവരോടും സംയമനം പാലിക്കണം എന്ന് പ്രസിഡന്റ് അറിയിച്ചു. എന്നാൽ തുടർന്നാണ് 2 പേരുടെ മരണം സ്ഥിരീകരിച്ചിട്ടുണ്ടായിരുന്നത്. ഇതൊരു ടൂറിസ്റ്റ് കേന്ദ്രമായിട്ടുള്ള ഒരു ടൗണിലാണ് ഈ ഭൂചലനത്തിൻ്റെ പ്രഭവ കേന്ദ്രം എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇത് സാൻ മാർക്കോ സിറ്റിക്ക് 15 കിലോമീറ്റർ തെക്ക് പടിഞ്ഞാറ് ഭാഗത്തായി കിടക്കുന്ന അക്കാൽപുൽക്കോ എന്ന് പറയുന്ന ഒരു ടൂറിസ്റ്റ് നഗരത്തിലാണ് ഇത്തരത്തിൽ വലിയൊരു ഈ റിക്ടർ സ്കെയിലിൽ ഏതാണ്ട് 6.5 തീവ്രത രേഖപ്പെടുത്തിയ ഈ ഒരു വലിയ പ്രകമ്പനമുണ്ടായത്. 500ഓളം തുടർ പ്രകമ്പനങ്ങളും ഇത് കാരണം ഉണ്ടായിട്ടുണ്ട് എന്നാണ് നിലവിലെ സാഹചര്യത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്നാൽ ഈ റിക്ടർ സ്കെയിൽ രേഖപ്പെടുത്തിയ തീവ്രത ഇത്ര വലുതായിരുന്നുവെങ്കിലും നാശനഷ്ടങ്ങൾ നിലവിൽ അത്രത്തോളം ഇല്ലെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ചില ഭിത്തികളുടെ പാളികൾ അടർന്നു വീണിട്ടുണ്ട്, അതുപോലെ തന്നെ ചില മതിലുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. എന്നാൽ കെട്ടിടങ്ങൾക്കൊന്നും സാരമായിട്ടുള്ള നാശനഷ്ടം
നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. എന്നാലും പല കെട്ടിടങ്ങൾക്കും ചെറിയ രീതിയിലുള്ള ബലക്ഷയം ഉള്ളതിനാൽ പലരെയും ഇവിടെ നിന്ന് ഇവാക്യുവേറ്റ് ചെയ്തിട്ടുണ്ട്. ഏതാണ്ട് 34ഓളം കെട്ടിടങ്ങളിലാണ് ഇത്തരത്തിൽ ഇവാക്യുവേഷൻ നടന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത് ഈ വർഷം ഇപ്പോൾ അടുത്തിടെ ഇപ്പോൾ കാലിഫോർണിയയിലും അതുപോലെ തന്നെ നെവാഡയിലും ഏതാണ്ട് 5 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനം ഉണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷമാണ് ഇപ്പോൾ നിലവിൽ മെക്സിക്കോയിലും ഇത്തരത്തിലൊരു ഭൂചലനം വന്നിട്ടുള്ളത്. എന്തായാലും രാജ്യം ജാഗ്രതയിൽ തന്നെയാണ്. മെക്സിക്കോയിലുണ്ടായ ഭൂചലനം വലിയ നാശനഷ്ടങ്ങളില്ല എന്നുള്ളതാണ് ആശ്വാസകരം.